ഹായ് ഹലോ, ഇന്ന് നമ്മുടെ വൃതിക കുട്ടിയുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പൊ ബർത്ത്ഡേ നമ്മൾ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ തീരുമാനിച്ചു. എന്തായാലും കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ രാവിലെ എണീറ്റ് വൃതികയും വിഹാനും ഭയങ്കരമായിട്ട് കളിയാണ്. അതിനുശേഷം ഞങ്ങൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു. അപ്പൊ കുട്ടികൾ രണ്ടുപേരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ കേക്കൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. വിഹാനും വൃതിക ഒരുമിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ തൊപ്പിയും കേക്കും ഒക്കെ കണ്ടപ്പോ വൃതിക ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാ ബർത്ത്ഡേക്കും വിഹാനും വൃതികയും ഒരുമിച്ച് കൈപ്പിടിച്ചാണ് കേക്ക് മുറിക്കുന്നത്. അത് വിഹാന്റെ ബർത്ത്ഡേ ആയാലും വൃതികയുടെ ബർത്ത്ഡേ ആയാലും രണ്ടുപേരും ഒരുമിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. അങ്ങനെ കേക്ക് മുറിച്ച് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ചു. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. രണ്ടുപേരും കേക്ക് കഴിച്ചതിന് ശേഷം ഭയങ്കര ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. അവരുടെ ഒരു സന്തോഷ പ്രകടനമായിരുന്നു. പിന്നെ അവർ രണ്ടുപേരും മത്സരിച്ച് കേക്ക് തീറ്റയായിരുന്നു. ആരാദ്യം തിന്നു തീർക്കും എന്നുള്ള മത്സരമായിരുന്നു പിന്നെ നടന്നത്. അതിനുശേഷം വൃതിയുടെ ആഗ്രഹം പോലെ ഞങ്ങൾ നേരെ പോയത് ലുലു മോളിലേക്കാണ്. ലുലു മോളിൽ പോയി ഫണ്ടൂറയിൽ കയറണം, ഫുഡ് കഴിക്കണം, എൻജോയ് ചെയ്യണം. ഇതൊക്കെയാണ് വൃതികയുടെ വിഷ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ സാധിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞങ്ങൾ നേരെ ലുലുവിൽ പോയി, ഫണ്ടൂറയിൽ പോയി. പിന്നെ അവരുടേതായ ഒരു ലോകം തന്നെയായിരുന്നു അത്. അവർ രണ്ടുപേരും പരമാവധി എല്ലാ ആക്ടിവിറ്റീസിലും ഓടി നടന്ന് കയറി. ഫണ്ടൂറയിലെ ഗെയിംസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ലുലുവിൽ തന്നെയുള്ള ബാർബിക്യൂ നേഷനിലേക്കാണ്. അവിടെ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് കുട്ടികളുടെ ആഗ്രഹമായിരുന്നു. ഇവിടുത്തെ ഫുഡും സർവീസും എല്ലാം വളരെ നല്ലതാണ്. ഞങ്ങൾ ഇതിനു മുന്നേ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് നല്ലോണം ഫുഡും സർവീസും ഒക്കെ ഇഷ്ടമായത് കൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇവിടേക്ക് വന്നത്. അത് മാത്രമല്ല, കുട്ടികൾക്കും ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ കോണൊക്കെ സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അൺലിമിറ്റഡ് ഫുഡാണ് ഇവിടെ. ബാർബിക്യൂ മുതൽ നമുക്ക് മെയിൻ കോഴ്സ് വരെ ഇവിടെ ഉണ്ട്. നമുക്ക് സമാധാനമായിട്ട് ടൈം എടുത്ത് ഇവിടെ ഇരുന്ന് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ മെയിനായിട്ട് വന്നത് തന്നെ. ചിക്കനും ഫിഷും ഒക്കെ നമുക്ക് ആവശ്യാനുസരണം കഴിക്കാം. നമ്മുടെ എരിവും പുളിയും ഒക്കെ എങ്ങനെയാണെന്ന് അവർ നമ്മളോട് വന്ന് ചോദിക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ച് അവർ വീണ്ടും വീണ്ടും നമുക്ക് കൊണ്ടുതരും. അങ്ങനെ സൂപ്പർ സർവീസാണ്. അപ്പൊ കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലും ഇഷ്ടപ്പെടുന്ന എരിവിലും ഒക്കെ ആയിരിക്കും ഫുഡ് സെർവ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ഐറ്റംസ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അവര് നമുക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ സൂപ്പർ സർവീസ് ആയിരുന്നു. ഞങ്ങൾ വയറ് നിറയെ ഫുഡ് കഴിച്ചു. അവസാനം ഞങ്ങൾ ഫുഡ് കഴിച്ച് എന്താ പറയാ, വയ്യാണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലുവിലെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചു നേരം അങ്ങനെ നടന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുലുവിൽ തന്നെയുള്ള ഒരു ടോയ് ഷോപ്പിലേക്കാണ്. വൃതികയുടെ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള ടോയ് വാങ്ങാനായിട്ടാണ് ഞങ്ങൾ അവിടെ പോയത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് ടോയ് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഈ ഫിഷിംഗ് ടോയ് ആണ്. കുട്ടികളെയും കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും വാങ്ങിക്കാതെ കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കളർ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ സെലക്ട് ചെയ്തത് യെല്ലോ കളറാണ്. കുട്ടികൾക്ക് യെല്ലോ കളർ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതാണ് സെലക്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ടോയൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് ആദ്യം ചെയ്തത് കിട്ടിയ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്യുക എന്നതായിരുന്നു. അപ്പൊ കുട്ടികൾക്ക് ഗിഫ്റ്റൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്ന് വീഡിയോ തീർച്ചയായിട്ടും കാണണം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.